എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു കാണും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ലതൊക്കെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇലുമ്പൻ പുളി ഉപയോഗിച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണാറുണ്ട്. പക്ഷേ എൻ്റെ പുളി കാരണം ആരും ഇതധികം യൂസ് ചെയ്യാറില്ല. മിക്കവാറും എല്ലാം നശിച്ചു പോകാറാണ് ചെയ്യുന്നത്. പക്ഷേ പുളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ അച്ചാറൊക്കെ ഇഷ്ടപ്പെടും. നമ്മൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആവശ്യമായ സാധനങ്ങൾ: പുളി, പച്ചമുളക്. ഞാനിവിടെ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ, പുളി കുറച്ചേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, മുളക് പൊടി 1 ടീസ്പൂൺ, കായം 1 നുള്ള്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉലുവപ്പൊടി, കടുക്, നല്ലെണ്ണ. ആദ്യം നമുക്ക് ഈ പുളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇത് ശരിയാക്കി എടുക്കാം. പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ അച്ചാറുകളൊക്കെ ഇടുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയോ അല്ലെങ്കിൽ പിന്നെ കടുകെണ്ണയോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളക് കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മാത്രം മതി, ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവ, ഇതെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പുളി ചേർക്കാം. ഇതിന് ഓരോ നാട്ടിൽ ഓരോ പേരാണ് പറയുന്നത്. ഇരുമ്പൻ പുളി, അങ്ങനെ പല പേരിലാണിത് അറിയപ്പെടുന്നത്. ഇനി ഇതെല്ലാം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ സമയം തന്നെ നമുക്കിതിന് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നുകൂടി നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. അതേപോലെ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് 2 ദിവസം ഇരിക്കുമ്പം തന്നെ ഈ പുളിയിലെ വെള്ളം എല്ലാം ഇറങ്ങി നന്നായിട്ട് ചാറ് കിട്ടും. ഞാനിതിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇവിടെ അച്ചാർ അങ്ങനെ ആരും അധികം കൂട്ടാറില്ല, അതുകൊണ്ട് ഞാനിത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ധാരാളമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അച്ചാറൊക്കെ കൂട്ടാൻ ഇഷ്ടമുള്ളവർ വേഗം തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം.